കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. ചോക്കാട് ആശുപത്രിയിൽ ജനറേറ്റർ തകരാറിലായി ചികിത്സയടക്കം പ്രതിസന്ധിയിലായ സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ മെമ്പർമാർ രംഗത്ത്. ഭരണസമിതിയുടെ വീഴ്ച മറച്ചുവെച്ച് ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്ന് CPM മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുത്തിവെപ്പ് ദിവസം വൈദ്യുതി മുടങ്ങുമെന്ന് അറിഞ്ഞിട്ടും ബദൽ സംവിധാനം ഒരുക്കാത്തത് പഞ്ചായത്ത് ഭരണകക്ഷിയുടെ വീഴ്ചയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. ഇവിടുത്തെ ഭരണസമിതി എന്ന് പറഞ്ഞുകൊണ്ട് UDFന്റെ നേതാക്കന്മാരും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും എല്ലാം പോയിങ്ങാണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗം ഞങ്ങളൊക്കെ കാണാനിടയായി. അപ്പം ഞങ്ങൾ അതിൻ്റെ സത്യാവസ്ഥകളാണ് ഇപ്പം ഈ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നത് എന്താ, പിന്നെ അവിടെ കറണ്ട് ഇല്ലാത്തത് ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തിൽ പെട്ടുകാണ്ട് അവർ ഉൾപ്പെട്ടുകാണ്ട് നാടകം കളിച്ചുകൊണ്ടാണ് അവിടെ കറണ്ട് ഇല്ലാതായത് എന്നുള്ളൊരു വാക്കാണ് അവർ അതിൽ ഉപയോഗിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പൈചാരിങ്ങാണ്ട് ഈ ഭരണസമിതിയുടെ വന്ന തെറ്റുകൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ പോയി കണ്ട് ഒരു നാടകം കളിക്കേണ്ടി ഈ ഭരണസമിതിക്ക് വരേണ്ടി വന്നത്. എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 14-ാം തീയതി RRT ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ജനറേറ്റർ കേടാണെന്നും കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മരുന്ന് വാങ്ങാൻ വരുന്ന ആൾക്കാർ സ്ഥിരം കഴിക്കുന്ന മരുന്നിന്റെ കവറെങ്കിലും കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പൊ കറണ്ട് ഉണ്ടാവില്ല എന്നുള്ള വിവരം ഇവർക്കറിയാം. അതിന്റെ ഈ മെസ്സേജ് അയച്ചതിന്റെ 2 ദിവസം മുമ്പ് ഇത് കേടുവന്നിട്ടുണ്ട്. ഈ 22-ാം തീയതി അവിടെ എല്ലാ ബുധനാഴ്ചയും കുത്തിവെപ്പ് നടക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ കുത്തിവെപ്പ് നടക്കും. അതിന് ബദൽ സംവിധാനം ഒരുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഒരു ജനറേറ്റർ വാടകയ്ക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളോടൊക്കെ പറയണെങ്കിൽ ഞങ്ങളും സഹകരിക്കുമായിരുന്നു. ഞങ്ങളോട് പറയാണ്, ഇതാ കുത്തിവെപ്പുണ്ട്, ഈ ജനറേറ്റർ കേടാണ്, നന്നാക്കാൻ ആളെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഇത് അവർ പറയുകയാണെങ്കിൽ ഞങ്ങളും സഹകരിക്കുമായിരുന്നു. അതേ ദിവസം കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് പിന്നെ മെസ്സേജ് KCBന്റെ ഇതിൽ വന്നാണ് 22-ാം തീയതി കറണ്ട് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കാമെന്ന് അറിയാം. ഈ പിന്നെ ജനറേറ്റർ 10 വർഷമായിട്ട് ഉപയോഗിക്കുള്ള അതൊരു സംഭവമാണ്. കേരളത്തിൽ എല്ലായിടത്തും കറണ്ട് ഇല്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. കറണ്ട് കട്ട് വരും. അപ്പൊ അത് നന്നാക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പൈച്ചാരിയും കണ്ടാണ്. ആരാണ് ഇത്? അവരെ അറിയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഭരണസമിതിനെ അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഭരണസമിതിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ മെസ്സേജ് വിട്ടിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, ഇവർക്ക് ഇത് അറിയായിട്ടല്ല, ബദൽ സംവിധാനം ഒരുക്കാൻ ഇവർ പരാജയപ്പെട്ടു. ആ പരാജയം ഉദ്യോഗസ്ഥന്മാരെ മേലടിച്ചമർത്താനാണ് നോക്കുന്നത്. അത് ഒരിക്കലും നടക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ ഉദ്യോഗസ്ഥന്മാരുടെ ഞങ്ങളിപ്പോൾ ഇന്നും 40 സെന്റ് സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ജനലൊക്കെ കൊട്ടി അടച്ചുകൊണ്ടാണ് ഇരുട്ടുണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. 40 സെന്റ് നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയാം, മലന്റെ മുകളിലാണ്. അവിടെ അല്ലെങ്കിൽ തന്നെ ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് അവരെ നമ്മൾ ശരിക്കും വേണ്ടി എന്തറിയോ, ആ കുത്തിവെപ്പിന് വന്ന ആൾക്കാർ അവർ ആ സാഹസികങ്ങളും കാണിച്ചും കണ്ട് ആ രോഗികളെ മടക്കി അയക്കാതെ അവർക്ക് ചികിത്സ നൽകി. അതിന് ശരിക്കും അവർക്ക് പിന്നെ അവരെ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി അനുവദിക്കേണ്ട ആവശ്യമാണ്. കാരണം അതുപോലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ അടിച്ചമർത്താനാണ് ഈ ഭരണസമിതിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കൂല. 2 ആഴ്ചയോളമായി കേടുവന്ന ജനറേറ്റർ നന്നാക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ പഞ്ചായത്ത് തയ്യാറായില്ല. ആശുപത്രിയിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയത് ശരിയല്ലെന്നും ജീവനക്കാർക്ക് എല്ലാ പിന്തുണയും നൽകിയതായും CPM പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ജനറേറ്റർ 12-ാം തീയതി തകരാറിലായിട്ടുണ്ടെന്നും 14-ന് പഞ്ചായത്തിന്റെ RRT ഗ്രൂപ്പിൽ അറിയിപ്പ് ഇട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു. KT മജീദ്, V അൻഷാബ് ബാബു, P ഗിരീഷ് കുമാർ, OP റംലത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.